ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കണത് എങ്ങനെയാണ്, നടക്കാനൊക്കെയാണ് കൈപിടിച്ചിട്ട് താത്തേ തിത്തേ, പിന്നെ നമ്മൾ പറയാൻ പറഞ്ഞു കൊടുക്കൂലേ അച്ഛൻ അമ്മ അങ്ങനെയൊക്കെ കാണിച്ചല്ലേ കൊടുക്കണേ. നമ്മൾ കാണിക്കണ മാതിരി കുട്ടികൾ ചെയ്യും. അപ്പൊ ഈ കുട്ടികൾ ഇങ്ങനെ കിടക്കുമ്പോൾ കാണുന്ന എന്താണ്, പാരന്റ്സ് തോണ്ടിക്കൊണ്ടിരിക്കണാണ്. എന്നേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്താ ഉള്ളത്, ദിസ് ഈസ് സംതിങ് വെരി ഇമ്പോർട്ടൻറ്റ്, അത്രേ മനസ്സിലാവുള്ളൂ. പിന്നെ അടുത്ത പ്രാവശ്യം അത് ലൈക്ക് കുഞ്ഞു കുട്ടികളാണെങ്കിൽ അത് സ്നാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കും അല്ലേ. സോ നമ്മൾ കാണിച്ചു കൊടുക്കുന്നത് പോലെ കുട്ടികൾ ഫോളോ ചെയ്യും. എന്നിട്ട് നമ്മൾ പറയും കുട്ടികൾക്ക് പ്രശ്നം എന്ന്. ഒന്ന്. രണ്ടാമത്, ഈ 6 മാസത്തിലൊന്നും ഇപ്പൊ കുട്ടികൾ 6 മാസത്തിലും ഫോൺ എടുക്കണ കാണുന്നുണ്ട്. ബട്ട് യൂഷ്വലി വേണ്ട, അവർക്ക് ഫോൺ വേണ്ട. ദേ നീഡ് ആക്ച്വൽ അറ്റൻഷൻ, റിയൽ അറ്റൻഷനാ ശ്രമിക്കുക. ഇപ്പൊ ഇന്നലെ ഒരു കല്യാണത്തിന് പോയപ്പോൾ അവിടെ നിക്കാഹ് നടക്കുന്ന സമയത്ത് കുട്ടികൾ കരയണു, ഇമ്മീഡിയറ്റ്ലി ഉമ്മമാര് ഫോൺ എടുത്തിട്ട് കൊടുക്കുകയാണ്, കരച്ചിൽ നിർത്തണം. അപ്പം ഒരു കുട്ടി എൻ്റെ അടുത്തിരുന്ന കുട്ടി ഇതിങ്ങനെ വേണ്ട വേണ്ട പറയണ്ട, അപ്പൊ നോക്ക് 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 പറഞ്ഞിട്ട് ഫോഴ്സ്ഫുള്ളിയാണ് കൊടുക്കുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ സ്ഥിരം കാഴ്ചയാണ്. ട്രെയിനിൽ രാത്രിയാണ് യാത്ര ചെയ്യണമെങ്കിൽ ഉറപ്പാണ്. ബിക്കോസ് കുട്ടികൾ കരയുമ്പോഴേക്ക് നമ്മൾക്ക് ബാക്കിയുള്ളവർക്ക് ഇറിറ്റേഷനാ, ബാക്കി അല്ലെങ്കിൽ ഒരു ഷോപ്പിങ്ങിന് പോയി കഴിഞ്ഞാൽ അല്ലേ. സോ നമ്മൾ അവരെ ഫോഴ്സ്ഫുള്ളി ചെയ്ത് അതിൽ അഡിക്റ്റ് ആക്കും. അത് പിന്നെ അതിന് നമ്മൾ കുട്ടികളെ പറയണ്ട, നമ്മൾ അഡിക്റ്റ് അല്ലേ. ഫോൺ അഡിക്ഷൻ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഇല്ലല്ലോ, കുട്ടികൾ ആരും ഇല്ലാത്ത നന്നായി. റൈറ്റ്. സോ വി ആർ അഡിക്റ്റഡ്. അതങ്ങനെ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിന്റെ കളർ, അതിന്റെ മ്യൂസിക് ഒക്കെ നമ്മളെ എങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്ത് നമ്മൾ അതിൽ തളച്ചിടാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. സോ കുട്ടികൾ നാച്ചുറലി അതിൽ അഡിക്റ്റ് ആവും. അവരെ പറഞ്ഞ് അതിൽ അഡിക്റ്റ് ആക്കുന്നുണ്ട്. പിന്നെ എന്താണ്, ഫ്രണ്ട്സ് ഇല്ല പോവാനല്ലേ. ഇവർക്ക്